നമസ്കാരം, ന്യൂസ് നൂണിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ ഇടനിലക്കാർക്ക് സഹായം ചെയ്തു കൊടുത്ത മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥയ്ക്ക് സസ്പെൻഷൻ. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് തൃശൂർ RT ഓഫീസിലെ സീനിയർ ക്ലർക്ക് റസീനയെ. ഏജന്റുമാർക്ക് സഹായം ചെയ്തു കൊടുത്തതിനു പുറമെ വാട്സാപ്പ് വഴി വാഹനങ്ങളുടെ രേഖകൾ കൈമാറിയതുൾപ്പെടെ റസീന ഗുരുതര ക്രമക്കേടുകൾ നടത്തിയതായി വിജിലൻസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച് വ്യാപക പരാതികൾ. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് കുത്തന്നൂരിൽ BJP പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. ഷൊർണൂരിലും BJP പ്രതിഷേധം. ഷൊർണൂരിൽ നഗരസഭയുടെ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണം പൂർത്തിയായി. ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച പ്ലാന്റ് ഉദ്ഘാടനം ഓഗസ്റ്റ് 3-ന്. പദ്ധതി പൂർത്തിയാക്കിയത് 1,10,00,000 രൂപ ചെലവിൽ. വാർത്തകൾ വിശദമായി. തൃശൂരിൽ ഇടനിലക്കാർക്ക് സഹായം ചെയ്തു കൊടുത്ത മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥയ്ക്ക് സസ്പെൻഷൻ. തൃശൂർ RT ഓഫീസിലെ സീനിയർ ക്ലർക്ക് റസീനയെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഏജന്റുമാർക്ക് മൊബൈൽ ഫോൺ വഴി സഹായം ചെയ്തു നൽകിയെന്നാണ് റസീനയ്ക്കെതിരായ പ്രധാന പരാതി. വാട്സാപ്പ് വഴി വാഹനങ്ങളുടെ രേഖകൾ കൈമാറി എന്നും വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് സസ്പെൻഷൻ നടപടി. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരിൽ ചിലർ കൈക്കൂലി വാങ്ങുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്നാണ് വിജിലൻസ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് സീനിയർ ക്ലർക്ക് റസീന ഗുരുതര ക്രമക്കേടുകൾ നടത്തിയതായി കണ്ടെത്തിയത്. അന്വേഷണ വിധേയമായാണ് സസ്പെൻഷൻ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച് വ്യാപക പരാതികൾ. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് BJP കുത്തന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി കുത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. കുത്തന്നൂർ പഞ്ചായത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കരട് വോട്ടർ പട്ടികയിൽ വ്യാപക പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടി. ഇതിൽ പ്രതിഷേധിച്ചാണ് കുത്തന്നൂർ പഞ്ചായത്ത് സെക്രട്ടറിയെ BJP ഉപരോധിച്ചത്. വാർഡിന്റെ അതിർത്തിയിൽ വരാത്ത പ്രദേശങ്ങളിലെ വീടുകളിലെ വോട്ടർമാരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരേ വോട്ടർമാരെയും വീടുകളെയും ഒന്നിൽ കൂടുതൽ വാർഡുകളിൽ ഉൾപ്പെടുത്തിയതായും BJP ആരോപിക്കുന്നു. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ച് സെക്രട്ടറിക്ക് വിശദമായ പരാതി നൽകിയിട്ടുണ്ടെന്ന് BJP നേതാക്കൾ പറഞ്ഞു. BJP കുത്തന്നൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KV നിമേഷ്, ജില്ലാ മീഡിയ കൺവീനർ KM പ്രതീഷ്, മണ്ഡലം ജനറൽ സെക്രട്ടറി ചക്രപാണി പണിക്കർ, PS അഭിലാഷ്, ഹരിദാസ്, CK രാജൻ, P കൃഷ്ണൻകുട്ടി, ശ്രീകൃഷ്ണൻ, മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ ബസ് സ്റ്റാൻഡിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണം പൂർത്തിയായി. STP ഉദ്ഘാടനം ഓഗസ്റ്റ് 3-ന് നടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അറിയിച്ചു. നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശൗചാലയം, റോഡുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള മലിനജല പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നതാണ് നഗരസഭയുടെ ലക്ഷ്യം. സംസ്ഥാന സർക്കാർ അനുവദിച്ച 1,10,00,000 രൂപ വിനിയോഗിച്ചാണ് ബസ് സ്റ്റാൻഡിനകത്ത് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിച്ചത്. മഴക്കാലത്ത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും റോഡുകളിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നിരുന്നു. നഗരം കേന്ദ്രീകരിച്ച് 1600ഓളം വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ നിന്നുള്ള മലിനജലം പ്ലാന്റിലേക്ക് പൈപ്പ് മാർഗം എത്തിക്കാവുന്ന വിധമാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. പ്ലാന്റിന് സമീപത്തു നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മലിനജലം ടാങ്കറിൽ ശേഖരിച്ച് പ്ലാന്റിലെത്തിക്കും. 25 മിനിമം ലിക്വിഡ് ഡിസ്ചാർജ് ശേഷിയിലാണ് പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നഗരപ്രദേശങ്ങളിലെ മാലിന്യങ്ങൾ ഉൾപ്പെടെ പൈപ്പ് വഴി എത്തിച്ച് റെയിൽവേ അനുവദിക്കാമെന്നറിയിച്ചിരുന്ന 1 ഏക്കർ സ്ഥലത്ത് നിർമ്മിക്കുന്ന കേന്ദ്രത്തിൽ സംസ്കരിക്കാനായിരുന്നു ആദ്യ ലക്ഷ്യം. എന്നാൽ ഇത് റെയിൽവേ റദ്ദാക്കിയതിനെ തുടർന്നാണ് നഗരസഭാ സ്ഥലത്ത് പ്ലാന്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ശുദ്ധീകരിക്കുന്ന വെള്ളം അഴുക്കുചാലിലൂടെ ഒഴുക്കിവിടും. കൃഷിക്കോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ പ്ലാന്റിൽ നിന്നും ശുദ്ധീകരിച്ച ജലമെടുക്കാനും സൗകര്യമൊരുക്കും. STPയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 3-ന്
ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് മന്ത്രി എം ബി രാജേഷ് നിർവഹിക്കുമെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അറിയിച്ചു. ചടങ്ങിൽ പി മമ്മിക്കുട്ടി MLA അധ്യക്ഷത വഹിക്കും. 25,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഡെയിലി പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു പ്ലാന്റാണ്, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റാണ്. ഈ ആഗസ്റ്റ് 3-ന് വൈകിട്ട് 5 മണിക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യുകയാണ്. ചടങ്ങിൽ പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനാകും. ഇത് 2024 മാർച്ചിലാണ് ഇതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത്. 1,10,00,000 രൂപയുടെ അടങ്കലുള്ള പദ്ധതി കൂടിയാണ്. നഗരസഭയിൽ ആദ്യമായിട്ടാണ് ഒരു മിനി സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് നമുക്ക് സ്ഥാപിക്കാനാവുന്നത്. ഇത് നമ്മുടെ നഗരസഭയിൽ റോഡ്, വെള്ളം, വെളിച്ചം, ഇതിന് പുറമെ മാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ അധ്യായങ്ങൾ രചിച്ച ഒരു നഗരസഭ കൂടിയാണ് ഷൊർണൂർ. അതിലേക്ക് മറ്റൊരു പ്രോജക്റ്റ് കൂടി നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് നമ്മുടെ ഷൊർണൂരിലെ നല്ലവരായ എല്ലാവരും, ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചടങ്ങിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് കരട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് BJP. നഗരസഭാ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് BJP മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത് പരാതി നൽകി. ഓരോ വാർഡിലെയും വോട്ടർമാരെ കൂടാതെ മറ്റു വാർഡുകളിലുള്ള 150 മുതൽ 300 വരെ വോട്ടുകൾ മാറി വന്നിട്ടുണ്ടെന്ന് BJP ആരോപിക്കുന്നു. തോൽവി ഭയന്ന CPM ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് വോട്ട് തിരിമറി നടത്തിയതാണ്. ഏതൊരു വ്യക്തിയുടെയും മൗലിക അവകാശമാണ് വോട്ട് രേഖപ്പെടുത്തുക എന്നത്. എന്നാൽ ആ അവകാശത്തെ സങ്കുചിത രാഷ്ട്രീയ മനോഭാവത്തോടുകൂടി നിഷേധിക്കുകയാണെന്ന് BJP ജില്ലാ സെക്രട്ടറി K. പ്രസാദ് പറഞ്ഞു. വാർഡ് വിഭജനത്തിൽ വലിയ അപാകതകളുണ്ടെന്ന് ഭാരതീയ ജനതാ പാർട്ടി അന്ന് കഴിഞ്ഞ വർഷം പറയുകയുണ്ടായി. ആ ആരോപണത്തിന് അതിനെ സാധൂകരിക്കുന്ന രീതിയിലാണ് പുതിയ വോട്ടർ പട്ടിക വന്നിരിക്കുന്നത്. അത് പറയുകയാണെങ്കിൽ വാർഡ് വിഭജിച്ച രീതിയിലല്ല വോട്ടർ പട്ടിക വന്നിട്ടുള്ളത്. വിഭജിച്ച വാർഡൊന്ന് വന്ന പട്ടിക വേറെ രീതിയിൽ, അതായത് പല വാർഡുകളിലെയും ആളുകൾ മറ്റൊരു പട്ടികയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് CPMന് അനുകൂലമായി നിൽക്കുന്ന രീതിയിലാണ് വോട്ടർ പട്ടിക മുഴുവൻ തിരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഒരു വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് 10 പേരെ മാത്രമേ ചേർക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏതാണ്ട് 300ഓളം വരുന്ന വോട്ടർ, ഓരോ വാർഡിലും 300ഓളം വോട്ടർമാർ മറ്റ് വാർഡുകളിലേക്ക് മാറ്റിക്കൊണ്ട് അത് രീതി പുനഃക്രമീകരിക്കാൻ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് സ്വാഭാവികമായിട്ടും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും. അവരെ ഹിയറിങ്ങിന് കൊണ്ടുവന്ന് അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് പുതുതായി ചേർക്കുന്ന ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വലിയ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇത് പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് വോട്ടർ പട്ടികയിൽ ഇടം കിട്ടാത്ത രീതിയിലുള്ള ഒരു സ്ഥിതി ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ പരാജയ ഭീതി ഭയന്നുകൊണ്ട് ഇവിടുത്തെ CPM അനുകൂല ഉദ്യോഗസ്ഥരെയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രമക്കേടിന് വ്യാപകമായിട്ടുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. മണ്ഡലം ജനറൽ സെക്രട്ടറി A. ഗോപകുമാർ, വൈസ് പ്രസിഡന്റ് നിഷ ശശികുമാർ, കൗൺസിലർ ലേഖ രമേശ്, ഏരിയ പ്രസിഡന്റുമാരായ ഹരീഷ്, മനോജ് ആറാണി, നാരായണൻ മുണ്ടായ, സനു കല്ലിപ്പാടം, പ്രദീപ് തൃപ്പറ്റ, ദിലീഷ് കല്ലിപ്പാടം, നിതീഷ് കല്ലിപ്പാടം എന്നിവർ മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്തിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളശ്ശേരി ഹൈസ്കൂളിൽ കാർഗിൽ ദിനം ആചരിച്ചു. 2024-2025 വർഷത്തിൽ രാജ്യ പുരസ്കാർ നേടിയ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിനെ ആദരിച്ചു. ഇവിടുത്തെ ചില കോർപ്പറേറ്റുകൾ തീരുമാനിക്കുന്ന ചില താല്പര്യങ്ങൾക്ക് വിധേയമായി മാത്രം വിദ്യാഭ്യാസം പൂർത്തീകരിക്കേണ്ട അവസ്ഥ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവാറുണ്ട്. നമ്മളെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം അർത്ഥമാക്കുന്നത് ഒരു സാമൂഹിക ജീവിയിൽ നമ്മളായി മാറുന്നതാണ്. പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ ഒരു സാമൂഹിക ജീവി ആവുകയില്ല എന്ന് മാത്രമല്ല, മിക്കവാറും സമൂഹത്തിൽ നിന്നും പൊതുമണ്ഡലത്തിൽ നിന്നും
നമ്മൾ ഏതാണ്ട് പരിപൂർണമായി മാറ്റപ്പെട്ടിട്ടുണ്ടാവും. കാർഗിൽ ദിനാചരണം പറളി സബ് ജില്ലാ BPC AM അജിത് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് KA ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക P രാധിക, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം KP ജയദേവൻ, ITL മാനേജർ RC നായർ, ഗൈഡ് ക്യാപ്റ്റൻ KK തുളസീദേവി, സ്കൗട്ട് മാസ്റ്റർ VM നൌഷാദ്, ട്രൂപ്പ് ക്യാപ്റ്റൻ ശ്രവൺ ശബരീഷ്, M നിവേദ്യ, അബ്ദുൽ ബാസിത്ത് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന മണ്ണൂരിലെ EK നായനാർ ചാരിറ്റി കേന്ദ്രത്തിലെ രോഗികൾക്കാവശ്യമായ ഉപകരണങ്ങൾ സൗജന്യമായി നൽകി ആയുർവേദ ആശുപത്രി. പത്തിരിപ്പാല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആയുർവേദ ചികിത്സാലയത്തിലെ ഡോക്ടർമാരാണ് ഉപകരണങ്ങൾ ചാരിറ്റി കേന്ദ്രത്തിന് നൽകിയത്. സാകേതം ആയുർവേദ ചികിത്സാലയം ഡയറക്ടർമാരായ രാമൻ നമ്പൂതിരി, ശ്രീദേവി രാമൻ, ചീഫ് ഫിസിഷ്യന്മാരായ ഡോക്ടർ നാരായണൻ, ഡോക്ടർ സാവിത്രി എന്നിവർ ചേർന്നാണ് അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA മുഖേന സഹായ ഉപകരണങ്ങൾ EK നായനാർ ചാരിറ്റി കേന്ദ്രത്തിന് നൽകിയത്. ആശുപത്രി മാനേജ്മെന്റിനെ MLA അഭിനന്ദിച്ചു. ഒരുപാട് ഓർഗനൈസേഷൻസ് ഇതിന് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. പാലിയേറ്റീവ് കെയർ പൊതുവെ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഈ മാതൃക ലോകം അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാർത്ഥമായ ജീവിതത്തിൽ നാം നേടുന്നതെല്ലാം തൻ്റെ വികസനത്തിനും തൻ്റെ കുടുംബത്തിനും മാത്രം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മലയാളികൾ എന്ന മൂന്നക്ഷരം നമ്മുടെ മനസ്സിൽ വലിയ രൂപത്തിലുള്ള ഒരു മന്ത്രണം പോലെ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും പ്രിയപ്പെട്ടവരുടെ വിഷമത്തിൽ പങ്കുചേരാനും ഒക്കെയുള്ള വലിയൊരു മനസ്സ് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ K ശാന്തകുമാരി MLAയ്ക്ക് പുറമെ ഡോക്ടർ നാരായണൻ, EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് OV സ്വാമിനാഥൻ, വാർഡ് മെമ്പർ AA ഷിഹാബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ പ്രവർത്തക സംഗമം നടന്നു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. അതിജീവന രാഷ്ട്രീയത്തിന്റെ 7 പതിറ്റാണ്. അതാണ് നമ്മുടെ സമ്മേളനത്തിന്റെ നമ്മൾ ചർച്ച ചെയ്യുന്ന മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ 75 കൊല്ലത്തെ നമ്മുടെ ചരിത്രം. അതാണ് നമ്മൾ പുതിയ തലമുറയോട് സംവദിക്കുന്നത്. 75 കൊല്ലം മുമ്പ് മണ്ണൂർ എങ്ങനെയായിരുന്നു, മണ്ണൂരിലെ സ്ത്രീ എങ്ങനെയായിരുന്നു, മണ്ണൂരിലെ കാരണവന്മാർ എങ്ങനെയായിരുന്നു? 75 കൊല്ലത്തൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. സുലൈമാൻകുട്ടിക്ക് അതേ 45 കൊല്ലം മുമ്പ് ഞാൻ മണ്ണൂരിൽ വന്നിട്ടുണ്ട്, ഇല്ലേ സുലൈമാൻകുട്ടി? 45 കൊല്ലം മുമ്പൊക്കെ അത് 55 കൊല്ലം പഴക്കണ്ടി ഇവിടെ സാധിക്കുമെന്ന് കുട്ടിയൊക്കെയാണ് ലീഗായത് എനിക്കറിയാം. അതിജീവനത്തിന്റെ 7.5 പതിറ്റാണ്ട് എന്ന പ്രമേയത്തിൽ നടക്കുന്ന മുസ്ലിം ലീഗ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് മണ്ണൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്പെഷ്യൽ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചത്. കോങ്ങാട് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി VM അൻവർ സാദിഖ് അധ്യക്ഷനായി. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഷെരീഫ് സാഗർ മുഖ്യപ്രഭാഷണം നടത്തി. ഹരിതയുടെ ജില്ലാ ചെയർപേഴ്സൺ ലബീബ മുഹമ്മദ്, അബ്ദുൽ ഹക്കീം, KP മുനീർ, സാദിഖ് അലി, സുലൈമാൻ, H ഹസീന, ഷബിത മുനീർ, സൈഫുദ്ദീൻ, സഫീർ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണൂർ പഞ്ചായത്തിൽ വർഷങ്ങളായി താൽക്കാലിക ജീവനക്കാരുടെ വേതനത്തിൽ നിന്ന് അനധികൃതമായി പിടിച്ചുവച്ച വകമാറ്റിയ സംഭവം വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ മുസ്ലിം ലീഗ് സമരരംഗത്തേക്ക് ഇറങ്ങുമെന്നും പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടക്കാഞ്ചേരി ഉപജില്ലാ അക്കാഡമിക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ചെറുതുരുത്തിയിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. ഈ വിജയത്തെ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് വിജയികളായ കുട്ടികളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു പക്ഷേ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കുണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങൾ ഒരുമയുടെയും കൂട്ടായ്മയുടെയും ജയപരാജയങ്ങൾക്കപ്പുറത്ത് കഠിനാധ്വാനത്തിലൂടെ നേടിയെടുത്ത ഒന്നാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് ആരെങ്കിലും പുറകിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ചേർത്ത് നിർത്തി നമുക്കവരെ ഒപ്പം കൊണ്ടുപോകാൻ ആവശ്യമായ ഇടപെടൽ കുരുന്ന് ഹൃദയങ്ങളിൽ കൂടി ഉണ്ടാകണം എന്ന്
വടക്കാഞ്ചേരി ഉപജില്ലാ അക്കാദമിക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ 2024-25 അധ്യയന വർഷത്തിൽ SSLC, USS എന്നീ വിഭാഗത്തിൽപ്പെട്ട ഉന്നത വിജയം ലഭിച്ച വിദ്യാർത്ഥികളെയാണ് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ വെച്ച് ആദരിച്ചത്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ പരിപാടികളുടെ വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഫൽ, വാർഡംഗം താജുനിസ, BPC കെ പ്രമോദ് വടക്കാഞ്ചേരി, CC ജയപ്രഭ, K ബിന്ദു, മുസ്തഫ, മുഹമ്മദ് അനീഫ് തുടങ്ങിയവർ സംസാരിച്ചു. അക്കാദമിക് കൗൺസിൽ ജനറൽ സെക്രട്ടറി MN ബാർജിലാൽ സ്വാഗതവും അക്കാദമിക് കൗൺസിൽ വൈസ് പ്രസിഡന്റ് G ജിതേഷ് ബിനു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മഴോത്സവം 2025 വിളംബരത്തിന്റെ ഭാഗമായി ആറങ്ങോട്ടുകരയിൽ മഴയും സിനിമയും പ്രമേയമായ പരിപാടികൾ അരങ്ങേറി. ഓഗസ്റ്റ് 3 ആറങ്ങോട്ടുകരയിൽ പാഠോത്സവം സംഘടിപ്പിക്കും. മഴോത്സവം ഓഗസ്റ്റ് 9 കലാമണ്ഡലം ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ സമാപിക്കും. വയലി ആറങ്ങോട്ടുകാരുടെ നേതൃത്വത്തിൽ വയലരങ്ങിൽ നടന്നുവരുന്ന മഴോത്സവം 2025 വിളംബരത്തിന്റെ ഭാഗമായാണ് മഴയും സിനിമയും പ്രമേയമായ പരിപാടികൾ അരങ്ങേറിയത്. പ്രാദേശിക സിനിമാ പ്രവർത്തകരുടെ സിനിമകൾ പ്രദർശിപ്പിച്ചു. കൂടാതെ പ്രാദേശിക സിനിമ ഡോക്യുമെന്ററി പ്രവർത്തകരുടെ സംഗമവും ചർച്ചയും നടന്നു. പ്രാദേശിക സിനിമാ പ്രവർത്തകരായ KK പരമേശ്വരൻ, സുന്ദരൻ ചെട്ടിപ്പടി, KK രാവുണ്ണി, ഭാമിനി രാവുണ്ണി, രൂപ ശരത് ബാബു, അനീഷ് കുമാർ, റഷീദ് അഹമ്മദ്, ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. സാഹിത്യകാരൻ ഗിരീഷ് ആറങ്ങോട്ടുകര പ്രവർത്തകർക്ക് ആദരം സമർപ്പിച്ചു. കഴിഞ്ഞ 2 മാസമായി മഴോത്സവം 2025 വിളംബര പരിപാടികൾ നടന്നുവരുന്നുണ്ട്. ഓഗസ്റ്റ് 3 ആറങ്ങോട്ടുകര വയലരങ്ങിൽ നടക്കുന്ന പാട്ടോത്സവം പരിപാടിയിൽ മഴ പ്രമേയമായ കവിത, നാടോടി ശാസ്ത്രീയ സിനിമാ ഗാനങ്ങളുടെ അവതരണവും പട്ടാമ്പി നെല്ലു ഗവേഷണ കേന്ദ്രത്തിലെ തൊഴിലാളികൾ അവതരിപ്പിക്കുന്ന കുടച്ചോഴി എന്ന കലാരൂപവും അരങ്ങിലെത്തും. ഓഗസ്റ്റ് 9-10 ദിവസങ്ങളിൽ കലാമണ്ഡലം ക്യാമ്പസിൽ നടക്കുന്ന വയലി മഴോത്സവം സീസൺ 9 വിവിധ പരിപാടികളോടെ സമാപനം കുറിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തലയിൽ ഗുരുതരമായ മുറിവുമായി അലിഞ്ഞുതിരിയുന്ന കാളയെ ഒടുവിൽ മയക്കുവെടി വെച്ച് പിടികൂടി. തിരുവല്ലോമലയിലാണ് സംഭവം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജയുടെ അഭ്യർത്ഥന മാനിച്ച് ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. തലയിൽ ഗുരുതരമായ മുറിവുമായി പ്രദേശത്തെ അലഞ്ഞുതിരിഞ്ഞ തെരുവ് കാളയെ ഒടുവിൽ മയക്കുവെടി വെച്ച് പിടികൂടി. ഗ്രാമപഞ്ചായത്ത് അധികൃതർ തൃശൂർ ജില്ലാ കളക്ടറുടെ അനുമതി തേടിയതിനെ തുടർന്നാണ് തിങ്കളാഴ്ച നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. മുറിവേറ്റ് അവശ നിലയിലായിരുന്ന കാള നാട്ടുകാർക്ക് ആശങ്ക സൃഷ്ടിച്ചിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കാളയുടെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി തൃശൂർ ജില്ലാ കളക്ടർക്ക് രേഖാമൂലം അപേക്ഷ നൽകിയിരുന്നു. ജില്ലാ അനിമൽ ഓഫീസറുടെ അനുകൂലമായ റിപ്പോർട്ട് കൂടി ലഭിച്ചതോടെയാണ് മയക്കുവെടി വെച്ച് കാളയെ പിടികൂടാൻ കളക്ടർ അനുമതി നൽകിയത്. വിദഗ്ധനായ ഡോക്ടർ ഗിരിദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കാളയെ സുരക്ഷിതമായി പിടികൂടിയത്. തുടർന്ന് ആവശ്യമായ ചികിത്സ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചു. കാളയുടെ പരിക്ക് ഭേദമാകുന്നതുവരെ പരിചരണം നൽകാനാണ് അധികൃതരുടെ തീരുമാനം. ഈ നടപടിക്ക് നാട്ടുകാരിൽ നിന്ന് വലിയ പ്രശംസയാണ് ലഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, വൈസ് പ്രസിഡന്റ് M ഉദയശങ്കർ, പാമ്പാടി വെറ്റിനറി ഡോക്ടർ രാമു എന്നിവരും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സാധാരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന സഹായ കേന്ദ്രമായി BJP ഓഫീസുകൾ മാറുമെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. BJP പാലക്കാട് ജില്ലാ ഓഫീസിലെ സഹായ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു പ്രശാന്ത് ശിവൻ. ആനുകൂല്യങ്ങൾക്ക് അർഹരായ പലർക്കും ലഭിക്കാത്ത സ്ഥിതിയുണ്ട്. ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് അറിവ് ലഭിക്കാത്തവരും പല കാരണങ്ങളാൽ നിഷേധിക്കപ്പെടുന്നവരുമുണ്ട്. അകാരണമായി ഒരാൾക്ക് പോലും സഹായം കിട്ടാതിരിക്കരുതെന്ന ഉദ്ദേശത്തിലാണ് BJP സഹായ കേന്ദ്രം ആരംഭിക്കുന്നതെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു. ഇത് ജനങ്ങൾക്കേറെ ഉപകാരപ്രദമാകുമെന്നും പ്രശാന്ത് ശിവൻ കൂട്ടിച്ചേർത്തു. പറയുന്ന സമയത്ത് സർവ്വസാധാരണക്കാരായ ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിനുള്ള ഒരു സഹായ കേന്ദ്രമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസുകൾ മാറണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് BJPയുടെ ഓഫീസിനകത്ത് തന്നെ
ഇത്തരത്തിലുള്ള ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിക്കുന്നത്. നമ്മുടെ ധാരാളം ആളുകൾക്ക് അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അത് ലഭ്യമാവാതെ, അത് നമുക്ക് ലഭിക്കാതെ ധാരാളം ആളുകൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ പ്രൊമോട്ട് ചെയ്യുന്നതിൽ വലിയൊരു വിമുഖത കാണിക്കുന്നുണ്ട്. BJP ഭാരവാഹികളായ ഓമനക്കുട്ടൻ, പ്രഭാകരൻ, ബാബു വെണ്ണക്കര, ടി ബേബി, അജിത മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. BJP ഓഫീസിലെ സഹായ കേന്ദ്രത്തിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കല്ലിപ്പാടം തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ജൂലൈ മാസത്തെ പ്രത്യേക പരിപാടിയായി സംഗീതാർച്ചന നടന്നു. അമൃത സന്തോഷും ശിഷ്യരുമാണ് അരങ്ങിലെത്തിയത്. മനോജ് കുളപ്പുള്ളി മൃദംഗത്തിലും ദിലീപ് തൃക്കടേരി വയലിനിലും പിന്നണിയൊരുക്കി. നിരവധി ഭക്തജനങ്ങൾ സംഗീതാർച്ചന ആസ്വദിക്കാനെത്തിയിരുന്നു. ക്ഷേത്രം മേൽശാന്തി കൂക്കമ്പാറമന ശങ്കരൻ നമ്പൂതിരി ഉപഹാരങ്ങൾ നൽകി. സംഗീതാർച്ചനയ്ക്ക് ശേഷം പ്രസാദ വിതരണവും ഭക്ഷണവും ഉണ്ടായിരുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PC രാജീവ്, ട്രഷറർ AK മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ K ഉണ്ണികൃഷ്ണൻ, P ജയൻ, T മുരളീധരൻ, KM ശങ്കരനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ ഇടനിലക്കാർക്ക് സഹായം ചെയ്തു കൊടുത്ത മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥയ്ക്ക് സസ്പെൻഷൻ. അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് തൃശൂർ RT ഓഫീസിലെ സീനിയർ ക്ലർക്ക് റസീനയെ. ഏജന്റുമാർക്ക് സഹായം ചെയ്തു കൊടുത്തതിനു പുറമെ വാട്സാപ്പ് വഴി വാഹനങ്ങളുടെ രേഖകൾ കൈമാറിയതുൾപ്പെടെ റസീന ഗുരുതര ക്രമക്കേടുകൾ നടത്തിയതായി വിജിലൻസ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച് വ്യാപക പരാതികൾ. വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് കുത്തന്നൂരിൽ BJP പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. ഷൊർണൂരിലും BJP പ്രതിഷേധം. ഷൊർണൂരിൽ നഗരസഭയുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മാണം പൂർത്തിയായി. ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ച പ്ലാന്റ് ഉദ്ഘാടനം ഓഗസ്റ്റ് 3-ന്. പദ്ധതി പൂർത്തിയാക്കിയത് 1,10,00,000 രൂപ ചെലവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.